ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വാരിയബിൾ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ്, അതേപോലെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഇനി അടുത്തത് പറയാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ മാർജിനൽ കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് വരുന്നുണ്ട് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ്. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഉള്ള കോസ്റ്റുകളെ അതെങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അനാലിസിസും അത് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് പോലെ പ്രസന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് മാർജിനൽ കോസ്റ്റിംഗ് ഇൻവോൾവ്സ് അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അനാലിസിസും ചെയ്യുന്നുണ്ട്, അതേപോലെ പ്രസന്റേഷനും നടക്കുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഇൻ മാർജിനൽ കോസ്റ്റ് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മറ്റൊന്നെന്താണ്? ഇൻ മാർജിനൽ കോസ്റ്റിംഗ് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. മാർജിനൽ കോസ്റ്റിംഗിൽ കോസ്റ്റുകളെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്നും അതേപോലെ വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റ് എന്ത് എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ എന്ത് നൽകുന്നില്ല? മാർജിനൽ കോസ്റ്റിംഗിൽ പ്രാധാന്യം നൽകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത് പറയുന്നത് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ടേക്കിംഗ് ഇൻടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ എന്തേ ചാർജ് ചെയ്യുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അടുത്തത് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് system fixed costs are treated as period cost and charged to profit and loss account. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ആ പീരിയഡിലേക്ക് വരുന്ന കോസ്റ്റ് എന്നും അത് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളായിട്ട് മാർജിനൽ കോസ്റ്റിങ്ങിന് ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പീരിയഡ് കോസ്റ്റ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ ആയിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ എന്ത് മാത്രമേ പരിഗണിക്കുള്ളൂ? വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത് മാത്രമേ പരിഗണിക്കുള്ളൂ. മറ്റൊന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് കോൺട്രിബ്യൂഷൻ. മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രോഫിറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താലാണ് എന്ത് കിട്ടുക? കോൺട്രിബ്യൂഷൻ കിട്ടുക. അപ്പോൾ സെയിൽസിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ എന്ത് വരും? കോൺട്രിബ്യൂഷൻ വരും. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഒരു സെയിൽസ് പ്രോസസ്സിൽ വേരിയബിൾ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? പിന്നെ ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഈ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പ്രോഫിറ്റ് എന്നതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. പകരം എന്താണ്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്.
അപ്പോൾ നമ്മൾ ആദ്യം സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യും, അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷന് പിന്നെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത് പ്രോഫിറ്റ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതലാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുണ്ടെങ്കിലോ അപ്പോൾ ലോസ് ആയി മാറും. കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആണെങ്കിൽ ആ സ്ഥാപനത്തിന് എന്തില്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിന് നമ്മൾ പ്രോഫിറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഇതിൻ്റെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഇതൊന്ന് കോസ്റ്റ് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, ടെക്നിക്കോ അസർട്ടൈനിങ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്സ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് ഇതിൽ അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ് ആണ് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തത് മാർജിനൽ കോസ്റ്റിങ്ങിന് നമ്മൾ കോസ്റ്റുകളെ ഫിക്സ്ഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ്. അഞ്ചാമത് പറഞ്ഞത് ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ പീരിയഡ് കോസ്റ്റ് ആയി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു. ആറാമത് പറഞ്ഞത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഏഴാമത് പറഞ്ഞത് പ്രോഫിറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്, കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ ബാക്കി വരുന്നത് എന്താണോ അതാണ് പ്രോഫിറ്റ് ആയിട്ട് നമ്മളിവിടെ റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്ത ഭാഗമാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, അതിൽ ഒന്നാമത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഫെസിലിറ്റേറ്റ് ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതെന്താണ്, നമുക്ക് കോസ്റ്റ് കൺട്രോളിന് സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ടേക്കിംഗ് മെനി ഡിസിഷൻസ് സച്ച് ആസ് മേക്ക് ഓർ ബൈ ഡിസിഷൻ, ആക്സെപ്റ്റിംഗ് ഫോറിൻ ഓർഡർ എക്സെട്ര. രണ്ടാമത് പറയുന്നത് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ടേക്കിംഗ് മെനി ഡിസിഷൻസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അതായത് മേക്ക് ഓർ ബൈ ഡിസിഷൻ, നമുക്ക് എന്താണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണോ ലാഭം അതല്ല നമ്മൾ വാങ്ങുകയാണോ ലാഭം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ എന്ത് മൂലം സഹായിക്കുന്നുണ്ട്, വാരിയബിൾ കോസ്റ്റ് മൂലം സഹായിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പരിശോധിച്ച സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന ചെലവ് എത്ര എന്നുള്ളതും നമ്മളത് പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ വരുമ്പോൾ ചെലവ് എത്ര എന്ന് നമുക്ക് കണ്ടെത്താം. അതിനനുസരിച്ച് നമുക്ക് മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കണം. അതേപോലെ മറ്റൊരു ഫോറിൻ ഓർഡർ, വിദേശ ഓർഡറുകളൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സഹായിക്കും എന്നുള്ളതാണ് എന്ത് മറ്റൊരു അതിൻ്റെ ഗുണം ആയിട്ട് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരിയഡ്സ്. ഇതാണ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരിയഡ്സ്. ഡിഫറെൻറ്റ് പീരിയഡിൽ ഡിഫറെൻറ്റ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാൻ മാർജിനൽ കോസ്റ്റിങ്ങിലൂടെ സാധ്യമാകുന്നു. നാല് പറയുന്നത് ഇറ്റ് ഷോസ് ക്ലിയർലി ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഓൺ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഇതാണ് ഇറ്റ് ഷോസ് ക്ലിയർലി ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഓൺ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഇതാണ് നമുക്ക് ഇമ്പാക്റ്റ് പെട്ടെന്ന് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുമ്പോൾ അത് പ്രോഫിറ്റ് ലോസ് ആണോ ഉണ്ടാകുന്നത് എന്നുള്ള ഇമ്പാക്റ്റ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. മറ്റൊന്ന് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് there is no problem of under or over absorption of overheads. മാർജിനൽ കോസ്റ്റിംഗിൽ എന്തിൻ്റെ പ്രശ്നം വരുന്നില്ല, അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ്. അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ് ഇല്ലേ, എന്താണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും കൂടി അബ്സോർബ് ചെയ്യുന്ന സിസ്റ്റമാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെന്തില്ല, മാർജിനൽ കോസ്റ്റിംഗിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഇൻ ദ പ്രസന്റേഷൻ ഓഫ്
ഫ്ലെക്സിബിൾ ബജറ്റ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. നമുക്കറിയാം ബജറ്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ എന്താണ് ഈ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണെന്നാണ് പറയുന്നത്. കാരണം എന്താ, നമ്മളിതിൽ ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കാണുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് പീരിയഡിൽ നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ബജറ്റുകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നൊന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ബിക്കം മോർ റിയലിസ്റ്റിക്. നമ്മളിപ്പോൾ വലിയ പ്രോജക്റ്റുകളൊക്കെ ആണെങ്കിൽ ഓരോരോ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിരിക്കും. പഠിച്ചിട്ടില്ലേ? സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതൊക്കെ എന്താണ് നമ്മൾ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു വർഷം തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. ഇനി സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്താണ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇതൊക്കെ നമുക്ക് എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥ വാല്യൂ അതിൻ്റെ കാണിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് CVP അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഇതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഈ CVP അനാലിസിസ് എന്താന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഈ CVP അനാലിസിസ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റിന് പ്രോഫിറ്റ് പ്ലാനിങ് നടത്താനും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് നടത്താനൊക്കെ എളുപ്പമാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏത്, ഈ CVP അനാലിസിസ്. സോ ഇത് കൊണ്ട് മാനേജ്മെന്റിന് പ്രോഫിറ്റ് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്തത് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിനുള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിനേറ്റ് ഓൾ കോസ്റ്റ് ഇൻടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. എന്താണ്, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കേസിലും നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒന്നും വേർതിരിക്കാൻ സാധിച്ചോളണം എന്നില്ല. ഒന്നാമത്തെ അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നതാണ്. രണ്ടാമത് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ഓഫ് കോസ്റ്റ് ഇൻടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഈസ് അപ്ലിക്കബിൾ ഇൻ ദി ഷോർട്ട് ടേം. ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തുന്നത് എങ്കിൽ ആ കേസിൽ മാത്രമേ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് മറ്റൊരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. അത് ലോങ് റൺ പ്രോസസ് ആണെങ്കിൽ അതിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും വേർതിരിച്ച് കാണിക്കൽ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് സം ഓഫ് ദി അസംപ്ഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആർ നോട്ട് ട്രൂ ഇൻ മെനി സർക്കംസ്റ്റാൻസസ്. സം ഓഫ് ദി അസംപ്ഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന പല അസംപ്ഷൻസുകൾ എന്താണ്, നോട്ട് ട്രൂ ഇൻ മെനി സർക്കംസ്റ്റാൻസസ്. പല സാഹചര്യങ്ങളിലും അത് നമുക്ക് ശരിയാണെന്ന് വരുത്തി തീർക്കൽ ബുദ്ധിമുട്ടാണ്. മീൻസ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസംപ്ഷൻസ് ഉണ്ടാവില്ലേ, ഈ അസംപ്ഷൻസ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കൂല, അത് പ്രാവർത്തികമാക്കൽ ബുദ്ധിമുട്ടാണ് ചില സാഹചര്യങ്ങളിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് എക്സ്ക്ലൂഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് മേക്സ് കോസ്റ്റ് കമ്പാരിസൺ ഡിഫിക്കൽട്ട്. ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് കമ്പാരിസൺ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് മറ്റൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു കോൺട്രാക്ട് കോസ്റ്റിംഗ് വേർ ദ വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഈസ് വെരി ഹൈ. ഇതാണ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ ഈ കോൺട്രാക്ട് കോസ്റ്റിങ്ങിന്റെ കേസിൽ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഒക്കെ ഒരു പ്രത്യേക അക്കൗണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താ, അവിടെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എമൗണ്ട് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊന്നും മാർജിൻ കോസ്റ്റിംഗ് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ സാധിക്കൂല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ടെക്നിക് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദി ഷോർട്ട് റൺ ഓൺലി.
നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ മാർജിനൽ കോസ്റ്റിങ്ങിലൂടെയുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഷോർട്ട് റൺ പീരിയഡിലേക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ലോങ് റൺ പ്രോസസ്സിലേക്ക് എന്തല്ല അത് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, മറ്റൊന്ന് അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ.